അങ്ങനെ ഈ മഴയത്ത് ഈ മഞ്ഞുകാലത്ത് രാവിലെ ഒരു ചായ ഇല്ലാണ്ട് എന്തായാലും പറ്റില്ല. ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുതെന്നൊക്കെ കേട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്യാൻ, രാവിലെ നമുക്ക് ഒരു ചിലവുമില്ലാതെ ഇതാ നമ്മുടെ ബീറ്റ്റൂട്ടും കൊണ്ട് നല്ല കിടുക്കാച്ചൊരു ചായ ഉണ്ടാക്കാം. നല്ല ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. അപ്പോൾ നല്ലോണം വെളുക്കും. അപ്പോൾ ഒരു കാശ് മുടക്കും ഇല്ലാതെ, ഒന്നും ബുക്ക് ചെയ്യാതെ നമുക്കങ്ങ് തുടുത്ത് വെളുക്കാമെന്നേ. അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ചായ. അപ്പോൾ നമുക്കതിന് വേണ്ടത് നല്ലൊരു ബീറ്റ്റൂട്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ടൊന്നും വേണ്ട, ബീറ്റ്റൂട്ടിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം നാരങ്ങ നോക്കിയപ്പം ഒരെണ്ണം കാണാനുണ്ടായില്ല. അപ്പം ഞാൻ വേഗം പോയി നമ്മുടെ നാരകത്തെ പോയി ഒരു പഴുക്കാത്ത നാരങ്ങ പറിച്ചുകൊണ്ട് വന്ന്. ആരുടെ അടുത്തും പറയണ്ട കേട്ടോ, രഹസ്യമായിട്ടിരിക്കട്ടെ. പിന്നെ പട്ട എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണം പട്ട കാണിച്ചാൽ ആർക്കും മനസ്സിലാവുകയില്ല. അത് കാരണം ഒരു വലിയ കഷ്ണം പട്ടയുടെ ഒരു ഇത്രയും പട്ട മതി. കണ്ടോ, പട്ടയും ഒരു കുഞ്ഞു ഗ്രാമ്പൂ, ഇതാ ഇത്രയും മതി. ഈ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയാവാം. പഞ്ചസാര കഴിക്കുന്നില്ല, എൻ്റെ ആരോഗ്യം അങ്ങനെ നല്ലവണ്ണം കൊണ്ടുപോകാൻ പോവുകയാണെന്നുള്ളവർക്ക് പഞ്ചസാരയും വേണ്ട. അപ്പം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് മുറിച്ചെടുത്താലോ. ദയവ് ചെയ്ത് ബീറ്റ്റൂട്ട് ഒരു കളറും ഇല്ലാത്തതൊന്നും പോയി ആരും എടുക്കരുത്. ബീറ്റ്റൂട്ട് എടുക്കുമ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഇതുണ്ട്, ഇതുപോലെ നല്ല കളറുള്ളതും നല്ല പുതിയതുമായിട്ട് വാങ്ങാൻ ശ്രമിക്കണം ഇതുണ്ടാക്കുമ്പോൾ. അപ്പം ഇങ്ങനെ തൊലി മുറിച്ചെടുക്കുക കേട്ടോ. അപ്പം എന്താ, ബീറ്റ്റൂട്ട് ഇങ്ങനെ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ തൊലി. അപ്പോൾ ഞാൻ കാണിച്ചു തന്നെ, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന കാരണം കണ്ടോ. അങ്ങനെ മുറിച്ചെടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് മുറിച്ചെടുത്ത് തൊലി ഒരു 2-3 പീസ് എടുക്കുക. അതിന് ശേഷം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അങ്ങനെ നമ്മുടെ വെള്ളം ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഈ തൊലി ഇട്ട് കൊടുക്കുക കേട്ടോ. ബീറ്റ്റൂട്ട് നന്നായി കഴുകിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. തൊലി ഇട്ട് കൊടുത്തു. ഇനി ഒരു കുഞ്ഞു കഷ്ണം പട്ട ഇട്ട് കൊടുത്തു, ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ തിളയ്ക്കട്ടെ, നന്നായി തിളച്ച് കളറാവട്ടെ. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ചായക്ക് നന്നായി കളർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ബീറ്റ്റൂട്ട് ചായയൊക്കെ അല്ലേ, നല്ല തണുപ്പുമല്ലേ, ആരോടും പറയണ്ട കേട്ടോ. ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒത്തിരി പഞ്ചസാരയൊന്നും ഇട്ട് കൊടുത്തില്ല. 3 ഗ്ലാസ് ചായക്ക് ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തുള്ളൂ. അപ്പം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുനാരങ്ങ ഇല്ലേ, അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അങ്ങനെ അത് ഒരു 2-3 തുള്ളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല കളറുള്ള ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇനി രാവിലെ ബീറ്റ്റൂട്ട് ജ്യൂസ് അടിച്ച്, ക്യാരറ്റ് ജ്യൂസ് അടിച്ച് അതും ഇതൊന്നും വിഷമിക്കേണ്ട. ബീറ്റ്റൂട്ടിൻ്റെ തൊലി നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ തോരൻ വയ്ക്കൂലേ, ആ തൊലി മാത്രം മതിയെന്നേ. അങ്ങനെ നല്ല കിടുക്കാച്ചി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരിച്ചൊരു കപ്പിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കളറ് കണ്ടോ, ഇനി അങ്ങനെ തുടുത്ത് വെളുക്കുന്നേ. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ ഉണ്ടാക്കി നോക്കുക. ഒപ്പം നന്നായി വെളുക്കുക, നന്നായി സൗന്ദര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണും വരെ ബൈ ബൈ. നമ്മുടെ ബീറ്റ്റൂട്ട് ടീ തന്നെ ഏറെക്കുറെ ഒരു 90 സൈസ് ടീ ഉണ്ടാക്കാം കേട്ടോ. അപ്പം കുടിക്കണമെന്ന് തോന്നുന്നവർ വേഗം ബീറ്റ്റൂട്ട് എടുത്തോളൂ, ഉണ്ടാക്കിക്കോളൂ. നമ്മുടെ മസാല ടീ ഇവിടെ റെഡി ആയിരിക്കും. ഇനി ആരും ബീറ്റ്റൂട്ടിൻ്റെ തൊലി കളയരുത് കേട്ടോ. കാശ് മുടക്കാതെ നല്ല സൗന്ദര്യം ഉണ്ടാകുന്ന ഒരു ടീ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഇടണം കേട്ടോ.